ഈ യുദ്ധം 26-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് ഹോർമുസ് കടലിടുക്ക്. എന്തുകൊണ്ട് ഹോർമുസ് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നു? ഹോർമുസിലേക്ക് യുദ്ധം എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമുസിലെ ഇറാന്റെ ആധിപത്യമാണ് യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉയർത്തിയിട്ടുള്ള ഘടകവും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര വ്യാപനത്തിന് നിർണായകമായ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരു നേതാക്കളും ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ഹോർമുസ് കടലിടുക്ക് പോലെ സുപ്രധാനമായ ആഗോള കപ്പൽ പാതയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും അംഗീകരിക്കാനാകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കപ്പലുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് $2 മില്യൺ ട്രാൻസിറ്റ് ഫീസ് ഇറാൻ ഈടാക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം കപ്പൽ ഗതാഗതം തടസ്സമില്ലാത്ത മേഖലയായതിനാൽ ഇന്ത്യ പ്രത്യേക ട്രാൻസിറ്റ് ചാർജുകൾ ഒന്നും നൽകുന്നില്ല എന്നതാണ് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ വ്യക്തമാക്കിയത്. നിലവിൽ 540 നാവികരുമായി 20 ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിലുണ്ട്. ഇവരുടെ സുരക്ഷാ കാര്യങ്ങൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും വിദേശകാര്യ മന്ത്രാലയവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഹോർമുസ് എത്രമാത്രം പ്രധാനമാണ് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KP അഭിലാഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന സംശയവും ശക്തമാണ്. അതിന് കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തുകയുണ്ടായി. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ച് ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുമ്പോൾ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ട്രംപ് ബന്ധപ്പെട്ടത്. ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒപ്പം ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഇറാൻ പ്രസിഡന്റുമായി ഇന്ത്യ സംഭാഷണം നടത്തിയത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭാഷണം നടത്തിയത്. ഇതോടൊപ്പം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരിയുമായി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തിയത്. ഇന്ത്യയിലേക്ക് ഇപ്പോഴും കപ്പലുകൾ, അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ LPGയും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളുടെ പ്രവാഹം തുടരുകയാണ്. ഇന്ത്യൻ സൈന്യം സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ കപ്പലുകൾ കടന്നു വരുന്നത് എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായി മാറുന്നത്. രാജ്യത്തെ ഇന്ധനത്തിൻ്റെ ക്ഷാമം, അതോടൊപ്പം തന്നെ LPGയുടെ ക്ഷാമം എന്നതുകൊണ്ടാണ്. ഇതുവരെയും രാജ്യത്ത് ഒരു കടുത്ത ക്ഷാമത്തിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ കരുതൽ ശേഖരത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും നിലപാട് വ്യക്തമാക്കിയ സാഹചര്യം ആണ് ഉള്ളത്. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഇനി പരിശോധിക്കുന്നത്, അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം ഇനിയും തുടർന്ന് ഏത് തരത്തിൽ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നത് എന്നതാണ്. ഒരു പക്ഷേ നേരിട്ട് യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒന്നും നമുക്ക് ബാധിക്കില്ല എന്നത് വസ്തുതയാണ് എന്ന് പറയുമ്പോൾ പോലും ഈ യുദ്ധം ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്നത് ലോക സമ്പദ്ഘടനയെയാണ്. കാരണം ലോക സമ്പദ്ഘടനയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ് ഇന്ധനം എന്നത്. പെട്രോൾ, ഡീസൽ, LPG എന്നത് ലോക സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗൾഫ് മേഖല അടക്കം ഈ ഉൽപ്പാദനം നിർത്തിവെക്കുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിന് ആവശ്യമായ ഇന്ധനത്തിൻ്റെ 20% എത്തുന്നത്. ആ പാത അടയ്ക്കുമ്പോൾ ഇന്ധനം എത്തിക്കേണ്ട രാജ്യങ്ങൾക്ക് വലിയ ചിലവാണ് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റകൾ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഇതിനോടകം തന്നെ 95 രാജ്യങ്ങൾ ആണ് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. ഇനി ഇതാ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില ഡേറ്റകളിലേക്ക് പോകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം തുക ഈ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിക്കേണ്ടി വന്ന രാജ്യങ്ങളുടെ പട്ടികയാണിത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റകൾ ആണ്. അതായത് കംബോഡിയയിൽ ആണ് ഈ യുദ്ധത്തെ തുടർന്ന് ഏറ്റവും അധികം
ഇന്ധന വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. അവിടെ പെട്രോളിന്റെ വില 67% ആണ് വർദ്ധിച്ചത്. അതായത് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 1 ലിറ്റർ പെട്രോളിന് 100 രൂപയായിരുന്നു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള വിലയെങ്കിൽ അത് 167 രൂപ 81 പൈസ എന്ന നിലയിലേക്ക് ഉയർത്തേണ്ടതായി വന്നു എന്നുള്ളതാണ്. ഇനി വിയറ്റ്നാമിലേക്ക് എത്തുമ്പോൾ അവിടെയും 50% വർധനമാണ് ഉണ്ടായത്, 49.73. നൈജീരിയയിൽ 35% വർധനവ് വരുത്തേണ്ടതായി വന്നു. ലാവോസിൽ 39% വർധനവ്. കാനഡ, നമുക്കറിയാം ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ കാനഡയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ കാനഡയിൽ ഉള്ള മലയാളികൾക്ക് അടക്കം അവിടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നേരത്തെ നൽകിയിരുന്ന ഇന്ധന വിലയേക്കാൾ 28.36% അധികമായി തുക നൽകേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇതാ ഇപ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാനിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നതാണ്. 24.49% ആണ് പാകിസ്ഥാൻ ഇന്ധന വില വർദ്ധിപ്പിച്ചത്. ഓസ്ട്രേലിയ 18.23, അമേരിക്ക 16.55. ഇവിടെ ഓർക്കേണ്ടത് അമേരിക്കയാണ് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ സമ്പദ്ഘടനയെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം പോയിട്ടുണ്ട്. ജർമ്മനി 13.3%. ഇങ്ങനെയാണ് ലോകത്ത് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടിക. ഇനി ഇതാ നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും എടുത്തു പറയേണ്ടത് രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും, അതായത് പവർ പെട്രോൾ അല്ല, സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇപ്പോഴും വർദ്ധിപ്പിച്ചിട്ടില്ല. അതായത് യുദ്ധം ആരംഭിച്ച് 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ പോലും ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ കരുതൽ ശേഖരവും അതുമായി ബന്ധപ്പെട്ട ഡേറ്റകളും പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു ദിവസം 55 ലക്ഷം ബാരൽ ആണ് ഈ ഇന്ധനത്തിന്റെ ഉപയോഗം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, ഒരു ബാരലിന്, അതായത് അമേരിക്കൻ ഡോളർ അനുസരിച്ച് ഒരു ബാരൽ എണ്ണയുടെ വില, ഇന്ധനത്തിന്റെ വില എന്നത് നേരത്തെ $60 ആയിരുന്നു എന്നതാണ്. ആ $60 നിന്ന് $110 ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നിരുന്നു. അങ്ങനെ ഉയർന്നിരുന്ന വില ഇപ്പോൾ അല്പം താഴ്ന്നിട്ടുണ്ട്, $100 താഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലും ഒരു ബാരലിന് എണ്ണയ്ക്ക് ഏതാണ്ട് $40 വ്യത്യാസമാണുള്ളത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് പ്രേക്ഷകർ ഓർക്കേണ്ടത്. പ്രതിദിനം 55 ലക്ഷം ബാരൽ ആണ് ഇന്ത്യയിൽ ഉപയോഗമായി വരുന്നത്. അപ്പോൾ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ ദിവസവും ഈ $40 ഒരു ബാരലിന് വ്യത്യാസം വന്നാൽ 55 ലക്ഷം ഇൻറ്റു എന്ന നിലയിലേക്ക്, ഗുണം എന്ന നിലയിലേക്കാണ് നമ്മൾ ആ അധിക തുകയെ കണക്കാക്കേണ്ടത്. അപ്പോൾ അത്രയും വലിയ ബാധ്യതയാണ് രാജ്യത്ത് എണ്ണ കമ്പനികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മുടെ രാജ്യത്ത് 53 ലക്ഷം മെട്രിക് ടൺ കരുതൽ ശേഖരം ഉണ്ട് എന്നതാണ്. അതായത് രാജ്യത്ത് ഒരു വർഷം ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ റേറ്റ് നേരത്തെ സൂചിപ്പിച്ചു 233.3 മില്യൺ മെട്രിക് ടൺ ആണ് എങ്കിൽ നമ്മുടെ നിലവിലെ കരുതൽ ശേഖരം എന്നത് 53 ലക്ഷം മെട്രിക് ടൺ ആണ് എന്നതാണ്. ഒപ്പം രാജ്യം ഈ കരുതൽ ശേഖരത്തിന്റെ അളവ് 65 ലക്ഷം മെട്രിക് ടണ്ണാക്കി ഉയർത്തും എന്നുകൂടിയാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, നിലവിൽ 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നു നേരത്തെ രാജ്യത്തേക്ക് ഇത്തരത്തിൽ ഇന്ധനം എത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് വ്യാപകമായി ഇന്ധനം എത്തിക്കുന്നത്. ഇപ്പോൾ അത് 41 രാജ്യങ്ങളിൽ നിന്നാക്കി ഉയർത്തിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന മികച്ച സൗഹൃദത്തെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്തുകൊണ്ട് വില പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. അതേസമയം ഹോർമോസ് കടലിടുക്കിലൂടെ ഉള്ള നിയന്ത്രണം, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഒരു കപ്പൽ കടന്നു വരുന്നതിന് ഹോർമോസ് എന്ന ഈ അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെ, അതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാത, ആ പാതയിലൂടെ ഒരു കപ്പൽ കടന്നു വരണമെങ്കിൽ 18 കോടി രൂപ ഇറാന് നൽകണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇറാനിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇറാനിലൂടെ കടന്നുവരുന്ന കപ്പലുകൾക്ക് 18 കോടി രൂപ വീതം ഒരു കപ്പലിന് ചുങ്കം നൽകണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യൻ കേന്ദ്ര സർക്കാർ ഇത് നിഷേധിക്കുകയാണ്. അതായത് ഇതുവരെയും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കപ്പലിനും ഇറാന് ചുങ്കം നൽകിയിട്ടില്ല, 18 കോടി രൂപ നൽകിയിട്ടില്ല എന്നും അത് നൽകില്ല എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതാണ് ഹോർമുസ് എങ്ങനെയൊക്കെ നമുക്കും
പ്രാധാന്യമാണ് ഹോർമൂസിൽ സമാധാനം പുലരേണ്ടത് എന്നതിൻ്റെ സാഹചര്യം. എന്തായാലും ഇപ്പോഴും വലിയ രീതിയിൽ LPG പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിച്ചത് ഈ ആഘാതം മറികടക്കാൻ വലിയ സമയമെടുക്കും എന്നതാണ്. ലോകം തന്നെ ഈ ആഘാതം, ഇതുവരെ ഉണ്ടായിട്ടുള്ള ആഘാതം മറികടക്കാൻ വലിയ സമയമെടുക്കും എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. കോവിഡ് കാലത്തെ എങ്ങനെയാണോ നമ്മൾ നേരിട്ടത്, സമാനമായ നിലയിൽ ഉള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് സർവകക്ഷി യോഗം ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നതിൻ്റെ ആലോചനകളാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.